ഹലോ എവരി വൺ. സോ 2024 നീറ്റ് എക്സാമിന് മെക്കാനിക്സ് എന്നുള്ള ഏരിയയിൽ വന്നിരിക്കുന്ന PYQs നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. സോ ഈ PYQs നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെങ്കിൽ നിങ്ങൾ എഴുതാൻ വേണ്ടി പോകുന്ന 2025 നീറ്റ് എക്സാം നിങ്ങൾക്ക് ഈസിയറിനായിരിക്കും. സോ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. നമുക്കൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം മക്കളെ. സോ നമുക്ക് നോക്കാം. A wheel of bullock cart is rolling on a level road as shown in the figure. If it is linear speed is v in the direction shown, which one of the following options is correct എന്നാണ് ചോദിച്ചിരിക്കുന്നത്. And P and Q are highest and lowest points on the wheel respectively ചോദിച്ചിരിക്കുന്നത്. നമുക്കറിയാം ഇതാണ് ഹയസ്റ്റ് പോയിന്റ്, ഇതാണ് ലോവസ്റ്റ് പോയിന്റിൽ. നമ്മൾ പഠിക്കുന്നുണ്ട് വെലോസിറ്റി ഓഫ് സെൻട്രൽ ഓഫ് മാസ് എന്തുണ്ടാ, വെലോസിറ്റി ഓഫ് സെൻട്രൽ ഓഫ് മാസ് ഈ ഡയറക്ഷനിലേക്ക് ഇതാ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഡയറക്ഷനിലേക്ക് ഒരു വി ഉണ്ടാവും, ഈ ഡയറക്ഷനിലേക്ക് ഒരു വി ഉണ്ടാവും. എന്നാൽ ഇവിടുത്തെ ഡയറക്ഷനിലേക്ക് നിങ്ങൾ പറയുന്നത് ടോപ്പിലേക്ക് സ്പീഡ് കൂടുകയാണോ കുറയാണോ ചെയ്യുക? ടോപ്പിലേക്ക് ഫോർ എക്സാമ്പിൾ എല്ലാം ഈക്വൽ വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പോയിന്റ് വെലോസിറ്റി ഇത് ലീനിയർ ആയിട്ട് മൂവ് ചെയ്യുന്ന വെലോസിറ്റി വി ആണെങ്കിൽ ടോപ്പിൽ 2v ആയിരിക്കും, ഈ ഡയറക്ഷനിൽ 0 ആയിരിക്കും. നിങ്ങൾ പഠിക്കുന്നുണ്ട്, ഓർക്കുന്നുണ്ടോ? അതായത് ഇവിടെ ടോപ്പിൽ ഏറ്റവും കൂടുതൽ വെലോസിറ്റി കൂടുതലായിരിക്കും, അതിനേക്കാൾ കുറവ് ഇവിടെ ആയിരിക്കും, അതിനേക്കാൾ ഏറ്റവും കുറവ് ഏറ്റവും താഴത്തുള്ള പോയിന്റ് ആയിരിക്കും. സോ പി ആണോ ക്യൂ ആണോ ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുക? പോയിന്റ് പി മൂവ്സ് ഫാസ്റ്റർ ദാൻ ക്യൂ ആണോ? പോയിന്റ് പി മൂവ്സ് സ്ലോവർ ദാൻ പോയിന്റ് ക്യൂ ആണോ? ഏതാ വരിക? യെസ് ഇറ്റ് ഈസ് പോയിന്റ് പി മൂവ്സ് ഫാസ്റ്റർ ദാൻ പോയിന്റ് ക്യൂ. അപ്പോൾ ഇതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണല്ലേ, അതായത് റോളിംഗ് മോഷനുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോൺസെപ്റ്റൽ ചോദ്യമാണ്. രണ്ടാമത് ചോദ്യം നോക്കൂ. അറ്റ് എനി ഇൻസ്റ്റന്റ് ഓഫ് ടൈം the displacement of any particle is given by 2t minus 1. That means displacement is given that 2t minus 1 ആണ്. Then under the influence of force is given that 5 Newton. അപ്പോൾ നമുക്ക് എന്ത് കൊടുക്കാം? വാല്യൂ ഓഫ് ഇൻസ്റ്റന്റേനിയസ് പവർ അല്ലേ, പവർ എന്ന് പറഞ്ഞാൽ F ഡോട്ട് വി അല്ലേ. സോ ഇവിടുത്തെ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. 2t minus 1 ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കോൺസ്റ്റന്റ് വെലോസിറ്റി 2 എന്ന് കിട്ടും. സോ പവർ എന്ന് പറഞ്ഞാൽ 5 into 2 that will give 10 എന്ന് കിട്ടും. ആൻസർ ഈസ് ഓപ്ഷൻ 1. അപ്പോൾ ഇതെന്താണ്? ഇത് ന്യൂമറിക്കലാണ്. അപ്പോൾ മെക്കാനിക്സ് നമ്മൾ പഠിച്ചു, ഒരു കോൺസെപ്റ്റൽ ചോദ്യം പഠിച്ചു, അതുപോലെ തന്നെ ഒരു ന്യൂമറിക്കൽ ചോദ്യം പഠിച്ചു. ദെൻ ലോസ് ഓഫ് മോഷനിൽ നിന്ന് വന്നു. എ ഹൊറിസോണ്ടൽ ഫോഴ്സ് ഓഫ് 10 Newton is applied to the block as shown in the figure. The mass of the blocks A and P are 2 and 3 kg respectively. The blocks slide over the frictionless surface. The force exerted by block A on B. മക്കളെ ഇത് പുഷാണോ പുള്ളാണോ? യെസ്, എക്സാക്ട്ലി കയറിട്ട് വലിക്കല്ല, അതുകൊണ്ട് ഇത് പുഷാണ്. നമുക്കറിയാം ഈ ടൈപ്പ് ചോദ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആക്സിലറേഷൻ ഓഫ് സിസ്റ്റം കണ്ടുപിടിക്കണം. എന്താണ് ആക്സിലറേഷൻ ഓഫ് സിസ്റ്റം? എഫ് ഡിവൈഡ് ബൈ ടോട്ടൽ മാസ് ആണ്. ഫോഴ്സ് ഈസ് ഗിവൺ ദാറ്റ് 10 ആണ്. മാസ് 2ഉം 3ഉം കൂട്ടിയാൽ 5 ആണ്. ആക്സിലറേഷൻ ഓഫ് സിസ്റ്റം 2 m/s² ആണ്. അപ്പോൾ നമുക്ക് ലീസ്റ്റ് ഫോഴ്സ് ആക്ട് ചെയ്യുന്ന 3 കിലോഗ്രാമിൻ്റെ മുകളിലല്ലേ. അപ്പം 2 കിലോഗ്രാം 3 കിലോഗ്രാമിൻ്റെ മുകളിൽ കൊടുക്കുന്ന കോൺടാക്ട് ഫോഴ്സ് ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. ഇത് മൂവ് ചെയ്യുന്ന ആക്സിലറേഷൻ 2 ആണ്. സോ കോൺടാക്ട് ഫോഴ്സ് ഇസ് ഈക്വൽ ടു m ഇൻറ്റു ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം ആണ്. സോ മാസ് ഓഫ് ദ ബോഡി 3 ആണ്, ആക്സിലറേഷൻ ഓഫ് ദ സിസ്റ്റം 2 ആണെങ്കിൽ 3 into 2 ആൻസർ വിൽ ബി 6 Newton. ഓപ്ഷൻ 3 ഈസ് ദ റൈറ്റ് ആൻസർ. അഗെയിൻ ന്യൂമറിക്കൽ ക്വസ്റ്റ്യൻ, കോൺസെപ്റ്റൽ ക്വസ്റ്റ്യൻ. എ പാർട്ടിക്കിൾ മൂവിംഗ് വിത്ത് യൂണിഫോം സ്പീഡ് ഇൻ എ സർക്കുലർ പാത്ത്. കോൺസ്റ്റന്റ് സ്പീഡിൽ ഒരു പാർട്ടിക്കിൾ മൂവ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഈ 2 ഇൻസ്റ്റൻസുകൾ എടുക്കുന്നു. ഇവിടുത്തെ വെലോസിറ്റി ഈ ഡയറക്ഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഇങ്ങോട്ടേക്ക്. അതുപോലെ ഇവിടുത്തെ വെലോസിറ്റി അവിടുത്തെ ടാൻഷൻ, സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ സെൻട്രലിലേക്ക്. സോ ഈ 2 പോയിന്റ്സുകൾ ഞാൻ കൺസിഡർ ചെയ്യുന്നു. ഏതൊക്കെ 2 പോയിന്റ്സ്? പി ആൻഡ് ക്യൂ എന്നുള്ള 2 പോയിന്റ്സുകൾ കൺസിഡർ ചെയ്യുന്നു. പി ആൻഡ് ക്യൂ എന്നുള്ള 2 പോയിന്റ്സുകൾ നോക്കുകയാണെങ്കിൽ അവിടെ വെലോസിറ്റി കോൺസ്റ്റന്റ് ആണോ? അല്ല. ആക്സിലറേഷൻ കോൺസ്റ്റന്റ് ആണോ? അല്ല. സ്പീഡ് കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ്റെ മാഗ്നിറ്റ്യൂഡ് കോൺസ്റ്റന്റ് ആണ്. പക്ഷേ എന്തല്ല, വെലോസിറ്റി ആക്സിലറേഷൻ ഇസ് എ വെക്ടർ ക്വാണ്ടിറ്റി. ഡയറക്ഷൻ മാറുകയാണെങ്കിൽ അത് കോൺസ്റ്റന്റ് എന്ന് പറയാൻ വേണ്ടി പറ്റും? ഇല്ല. സോ കോൺസ്റ്റന്റ് വെലോസിറ്റി തെറ്റാണ്, കോൺസ്റ്റന്റ് ആക്സിലറേഷൻ തെറ്റാണ്. കോൺസ്റ്റന്റ് വെലോസിറ്റി ബട്ട് വാരിയിങ് ആക്സിസ് തെറ്റാണ്. വാരിയിങ് വെലോസിറ്റി ആൻഡ് വാരിയിങ് ആക്സിലറേഷൻ. ആൻസർ ഈസ് ഓപ്ഷൻ 4. വാരിയിങ് ആക്സിലറേഷൻ ആൻഡ് വാരിയിങ് വെലോസിറ്റി. ഓരോ പോയിന്റിലും ഉണ്ടാകുന്ന വെലോസിറ്റിയുടെ ഡയറക്ഷനും ആക്സിലറേഷൻ ഡയറക്ഷനും ഡിഫറൻ്റ് ആണ്. ദെൻ ഗ്രാഫിൽ നിന്നുള്ള ചോദ്യമാണ്. ദ വി ടി ഗ്രാഫ് ഓഫ് ദ പ്ലോട്ട് ഓഫ് ദ മോഷൻ ഓഫ് ദ ബോഡി ഷോൺ ഇൻ ദ ഫിഗർ. ആക്സിലറേഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഒരു വി ടി ഗ്രാഫ്, ഇതിന് കറസ്പോണ്ടിങ് ആയുള്ള എ ടി ഗ്രാഫ് വരയ്ക്കാൻ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇത് വെലോസിറ്റി ടൈം ഗ്രാഫാണ്. ഈ വെലോസിറ്റി ടൈം ഗ്രാഫിൽ നിന്ന് ആക്സിലറേഷൻ ടൈം ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ വെലോസിറ്റി ടൈം ഗ്രാഫ് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ ആക്സിലറേഷൻ ടൈം ഗ്രാഫ് ഒരു കോൺസ്റ്റന്റ് ഗ്രാഫ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ നോക്കുക, ഇവിടെ വെലോസിറ്റി 0 ആണ്. അപ്പോൾ എന്താണ്? ആക്സിലറേഷനും അവിടെയൊക്കെ എന്താണ്? 0 ആണ്. എല്ലാ ഓപ്ഷൻസിനും ആക്സിലറേഷൻ 0 ആണ്. പിന്നെ വെലോസിറ്റി കൂടി വരികയാണ്, ലീനിയർ ആണ്. അപ്പോൾ കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഗ്രാഫ് വരും. അപ്പോൾ അങ്ങനെ വരുന്ന ആകെ ഒരു ഓപ്ഷനിലുള്ളൂ അല്ലേ, അങ്ങനെ വരുന്ന ആകെ ഒരു ഓപ്ഷനിലേ വരുന്നുള്ളൂ. അതിനുശേഷം വെലോസിറ്റി കോൺസ്റ്റന്റ് ആണ്, ആക്സിലറേഷൻ 0 ആണ്. പിന്നെ വെലോസിറ്റി കുറയാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? വെലോസിറ്റി കുറയാണെങ്കിൽ താഴത്തായിരിക്കും കോൺസ്റ്റന്റ് ആക്സിലറേഷൻ ഉണ്ടാവുക. സോ അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആകെ ഒരു ആൻസറേ ഉള്ളൂ. ആൻസർ ഈസ് ഓപ്ഷൻ 3. ദെൻ ദ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഓഫ് എ തിൻ റോഡ് എബൌട്ട് ആൻ ആക്സിസ് പാസിംഗ് ത്രൂ ഇറ്റ്സ് മിഡ് പോയിന്റ് ആൻഡ് പെർപെൻഡിക്കുലർ ടു ദ റോഡ് ഈസ് 2004 gram cm/square. അതായത് ഇതാണ് സെൻറ്ററോടെ കടന്നു പോവുകയാണെങ്കിൽ ഇതിൻ്റെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ ml² ഡിവൈഡ് ബൈ 12 ആണ്. ലെങ്ത് ഓഫ് ദ റോഡ് തന്നിട്ടുണ്ട്. ചോദിച്ചിരിക്കുന്നത് എന്താ?
ലെങ്ത് ഓഫ് ദ റോഡ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. മാസ് ഈസ് ഗിവൺ. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്ന സമയം നിങ്ങൾക്കറിയാം. വാട്ട് ഇസ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ? 2400 ഗ്രാം. ഗ്രാം എന്ന് പറയുമ്പോൾ ഇൻറ്റു 10⁻³ ഓക്കെ, ഗ്രാമും കിലോഗ്രാമിൽ തന്നെ വന്നിരിക്കുന്നില്ലേ, അപ്പോൾ മാറ്റേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. സോ മാസ് ഈസ് ഗിവൺ ദാറ്റ് 400 ഇൻറ്റു L² ഡിവൈഡ് ബൈ 12 അല്ലേ. സോ ഈ 4 12 കട്ട് ചെയ്യുമ്പോൾ 3 പ്രാവശ്യം പോകും അല്ലേ. അപ്പോൾ ഈ 2 0 ഇവിടെയും കട്ട് ചെയ്യാം. അപ്പോൾ L² ഇസ് ഈക്വൽ ടു 24 ഇൻറ്റു 3. 25 ഇൻറ്റു 3 75 ആണ്. അപ്പോൾ 24 ഇൻറ്റു 3 പറഞ്ഞാൽ 72 ആയിരിക്കും. സോ L ഇസ് ഈക്വൽ റൂട്ട് 72. റൂട്ട് 72 ആലോചിച്ച് നോക്കൂ. റൂട്ട് 72 എത്രയാണ്? റൂട്ട് 80 എത്രയാണ്? അല്ലേ പോട്ടെ, റൂട്ട് 64 8 അല്ലേ അല്ലേ. പിന്നെ നിങ്ങൾ ആലോചിക്കുക, 8ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 64 ആണ്. 9ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 81 ആണ്. സോ ആൻസർ ഷുഡ് ലൈസ് ബിറ്റ്വീൻ 8 ആൻഡ് 9. 8നും 9നും ഇടയിൽ വരുന്ന ആൻസർ ഉണ്ടോ നോക്കൂ. യെസ് ഇറ്റ് ഈസ് 8.5 സെൻറ്റിമീറ്റർ ഈസ് റൈറ്റ് ആൻസർ. ദാറ്റ്സ് ഇറ്റ്. അത് നോക്ക്, ന്യൂമറിക്കൽ ഡയറക്റ്റ് ആണല്ലേ. Two bodies A and B of same mass undergo completely inelastic one-dimensional collision ആണ്. Inelastic collision ആണ്. The body A moves with the velocity v1 and body B at rest. While before collision, the velocity of the system after collision വെച്ചിരിക്കുന്നത് ഏത് collision ആയിക്കോട്ടെ momentum conserved ആണ്. What is the equation for momentum conservation? m1u1 plus m2u2 is equal to m1v1 plus m2v2. ഇവിടെ പറയുന്നുണ്ട് രണ്ടാമത്തെ ബോഡി റെസ്റ്റിലാണ്. അപ്പോൾ u2 0 ആണ്. m ഇൻറ്റു u1 നമുക്ക് u എന്ന് കൊടുക്കാം, v1 കൊടുക്കാം. യെസ് ഇറ്റ് ഈസ് v1 ഇസ് ഈക്വൽ ടു ഇത് നമുക്ക് m ഇൻറ്റു v1 പ്ലസ് m ഇൻറ്റു v2 എന്ന് വരും. ഓക്കെ, ഇവിടെ പറയുന്ന ഒരു പോയിന്റ് കിട്ടും. ഇവിടെ രണ്ടാളുകളും മൂവ് ചെയ്യുന്നത് ഒരേ വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ വെച്ചിരിക്കുന്നത്. വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ കൊളീഷൻ ഈസ് v2 എന്ന ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. സോ ഇതാണ് നമ്മുടെ നോർമൽ ഇക്വേഷൻ. അപ്പോൾ ക്വസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യം രണ്ടുപേരും ഒരുമിച്ചാണ് പിന്നെ മൂവ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ചെറിയൊരു കറക്ഷൻ വരുത്താം. m1 v1 u2ൻ്റെ വാല്യൂ 0 ആണ്. ഇസ് ഈക്വൽ ടു രണ്ടാളും ഒരേ സ്പീഡിൽ പോകുന്നുണ്ട്. രണ്ടാളും ഒരേ സ്പീഡിൽ പോകുന്ന വെലോസിറ്റിയെ നമ്മൾ ക്വസ്റ്റിൽ v2 എന്നാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിന് v2 എന്ന് കൊടുക്കാം. സോ മാസ് ഈ സെയിം അല്ലേ. സോ എന്തിടാ m v1 ഇസ് ഈക്വൽ ടു 2m ഇൻറ്റു v2. m ക്യാൻസൽ ചെയ്യുമ്പോൾ v1 ഡിവൈഡ് ബൈ v2 ഇസ് ഈക്വൽ ടു 2 ഡിവൈഡ് ബൈ 1 എന്ന് വരും. ആൻസർ ഈസ് ഓപ്ഷൻ 2. അപ്പോൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, m1 u1 പ്ലസ് m2 v2 ഇസ് ഈക്വൽ ടു m1 v1 പ്ലസ് m2 v2. ക്വസ്റ്റിൽ പറയുന്നുണ്ട് വെലോസിറ്റി ഓഫ് ദ സിസ്റ്റം ആഫ്റ്റർ ദ കൊളീഷൻ, സിസ്റ്റത്തിൻ്റെ വെലോസിറ്റി രണ്ടുപേരും ഒരുമിച്ച് മൂവ് ചെയ്യുന്ന വെലോസിറ്റി v2 ആണെന്ന് ക്വസ്റ്റിൽ എടുക്കാൻ വേണ്ടി പറഞ്ഞതുകൊണ്ട് നമ്മൾ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മൾ ആൻസറിലേക്ക് എത്തുന്നു. സോ ദീസ് ആർ ദ 1 2 3 4 5 6 7 ക്വസ്റ്റ്യൻസ് ഫ്രം മെക്കാനിക്സ്. ഈ മെക്കാനിക്സിൽ നിന്ന് വന്നിരിക്കുന്ന ഈ 7 ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെയ്യേണ്ട ഐഡിയ, ലോജിക് നിങ്ങൾക്കറിയില്ല. അത് എക്സാം മോഡിൽ ഇതേപോലെ അടുത്ത 7 ക്വസ്റ്റ്യൻസ് മെക്കാനിക്സിന് വരുന്ന 7 ക്വസ്റ്റ്യൻസ് നിങ്ങൾ സ്കോർ ചെയ്യില്ലേ. 100% നിങ്ങൾ സ്കോർ ചെയ്യുന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. ആ വിശ്വാസം നിങ്ങൾക്കും കൂടി വരട്ടെ. ഓൾ ദി വെരി ബെസ്റ്റ് ഗായ്സ്. ബൈ.